എല്ലാവർക്കും നമസ്കാരം. വെയ്റ്റ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയ ഒരു സെക്ഷനുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് വിലയിരുത്താം എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് പോകാം. നമുക്ക് ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. ശരീര താപനില വർദ്ധിപ്പിക്കുക. അപ്പോൾ ഷോക്ക് ഏറ്റു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ ഉയർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അതായത് ശരീരം തിരുമ്മി ചൂട് പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. കൃത്രിമമായിട്ട് നമ്മൾ ശ്വാസം കൊടുക്കുക. ഇനി മസിലുകൾ തിരുമ്മി പൂർവ്വസ്ഥിതിയിലാക്കുക. ഹൃദയം പ്രവർത്തിക്കാനുള്ള പ്രഥമ ശുശ്രൂഷ ആരംഭിക്കുക. അതായത് നെഞ്ചിൽ നമ്മൾ ക്രമമായി ശക്തിയായി അമർത്തുക. എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. വൈദ്യുതി നിത്യജീവിതത്തിലെ ആവശ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. നാളേക്ക് ആവശ്യമായ ഈ ഊർജത്തിൻ്റെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കേണ്ടതാണ്. വൈദ്യുതി സംരക്ഷിക്കുന്നത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് തുല്യമാണ്. വൈദ്യുതി അത്യന്തം ഉപകാരപ്രദവും എന്നാൽ അപകട സാധ്യത ഉള്ളതുമായ ഊർജ്ജരൂപമാണ്. അതുകൊണ്ട് വൈദ്യുതോപകരണങ്ങൾ അതീവ ശ്രദ്ധയോടെ മാത്രമേ കൈകാര്യം ചെയ്യാവൂ. ഇനി നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. വൈദ്യുത കാന്തിക പ്രേരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഏതാനും ഉപകരണങ്ങളുടെ പേരെഴുതുക. ഏതൊക്കെയാണ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഉപകരണങ്ങൾ. ജനറേറ്റർ ഉണ്ട്, ട്രാൻസ്ഫോമർ, അതുപോലെ തന്നെ മൂവിംഗ് കോയിൽ, മൈക്രോഫോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈദ്യുത കാന്തിക പ്രേരണം പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ ആവശ്യമാണ്? അതിനൊരു കോയിൽ വേണം, മാഗ്നറ്റ് വേണം, ഗാൽവനോമീറ്റർ, അതുപോലെ തന്നെ കണക്ഷൻ വയേഴ്സും വേണം. തേർഡ് ക്വസ്റ്റ്യൻ, വൈദ്യുത കാന്തിക പ്രേരണ ഫലമായി ഉണ്ടാവുന്ന പ്രേരിത EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഇൻഡ്യൂസ്ഡ് EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, കോയിൽ എത്ര ചുറ്റുകളുണ്ട് എന്നുള്ളത്. സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ്, റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ മോഷൻ ഓഫ് മാഗ്നറ്റ് ആൻഡ് കോയിൽ. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒരു കാൽക്കുലേറ്ററിൽ നിന്നോ TV-യുടെ റിമോട്ട് കൺട്രോളറിൽ നിന്നോ ഒഴിവാക്കിയ, അതായത് ഉപയോഗശൂന്യമായ സെല്ലെടുത്ത് ഒരു ഗാൽവനോമീറ്ററുമായി ചുവടെ കൊടുത്ത പ്രകാരം ഘടിപ്പിക്കുക. ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഫിഗറിൽ കാണുന്ന പോലെ നമ്മളത് കണക്ട് ചെയ്യുക. നമുക്ക് എന്ത് അതിൽ നിന്ന് നിരീക്ഷിക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗാൽവനോമീറ്ററിൻ്റെ നീഡിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതായത് ആ സർക്യൂട്ടിൽ ചെറിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്നാണ് എൻ്റെ അർത്ഥം. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. നേർധാര വൈദ്യുതിയുടെ, അതായത് DC കറണ്ടിൻ്റെ സ്രോതസ്സുകളുടെ പേരെഴുതുക. ഏതൊക്കെയാണ് DC സോഴ്സസ്? ബാറ്ററി ഉണ്ട്, ബാറ്ററിയിൽ നിന്ന് വരുന്നത് DC കറണ്ടാണ്. അതുപോലെ സോളാർ സെല്ല്, ജനറേറ്റർ, ഇതൊക്കെ DC കറണ്ടിൻ്റെ സോഴ്സസുകളാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ജനറേറ്ററിൻ്റെ ഫിഗറാണ് തന്നിരിക്കുന്നത്. ചിത്രത്തിൽ നമ്പർ ഇട്ടിട്ടുള്ള ഭാഗങ്ങളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ 1 നോക്കാം, ഫീൽഡ് മാഗ്നറ്റുകളാണ് അല്ലേ, നോർത്ത് പോളും സൗത്ത് പോളും ആണത്. ഇനി രണ്ടാമത്തതോ, അത് ആർമേച്ചറാണ്. മൂന്നാമത്തത് സ്ലിപ്പ് റിങ്ങും, നാലാമത്തത് ബ്രഷസുമാണ്. ഇനി ചോദ്യം B നോക്കാം. ഈ ഉപകരണത്തിൻ്റെ പ്രവർത്തന തത്വം പ്രസ്താവിക്കുക. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണല്ലേ. എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. സെവൻത് ക്വസ്റ്റ്യൻ, നേർധാര വൈദ്യുതി അഥവാ DC-യുടെയും പ്രത്യാവർത്തിധാര വൈദ്യുതി അഥവാ AC-യുടെയും പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ DC കറണ്ട് ആണെങ്കിൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ നമുക്കറിയാം. AC കറണ്ട് ആണെങ്കിലോ റെഗുലർ ഇൻ്റർവെലിനനുസരിച്ച് AC കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്ത AC-യുടെ ഗ്രാഫ് വിശകലനം ചെയ്ത് ഏതെല്ലാം സമയത്താണ് EMF കൂടുതലും കുറവുമെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ EMF മാക്സിമം ആയിരിക്കുന്ന വാല്യൂസൊക്കെ നോക്കുക. ടൈം T/4ഉം 3T/4ഉം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ EMF മാക്സിമവും, അതുപോലെ സമയം 0യിലും T/2ലും Tയിലും എത്തുന്ന സന്ദർഭങ്ങളിലൊക്കെ EMF മിനിമവുമാണ്. ഇനി 9th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജനറേറ്റർ ഒരു തരമേ ഉള്ളൂ, AC ജനറേറ്റർ. ഈ പ്രസ്താവനയോട് നിങ്ങളുടെ പ്രതികരണം എഴുതുക. എന്താണ് നമ്മുടെ പ്രതികരണം? ഈ പ്രസ്താവന തെറ്റാണല്ലേ. നമ്മൾ 2 തരം ജനറേറ്ററുകൾ പഠിച്ചിട്ടുണ്ട്, AC ജനറേറ്ററും DC ജനറേറ്ററും.
DC ജനറേറ്ററിൽ AC കറണ്ടാണ് ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സ്പ്ലിറ്റ് റിങ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടായ AC കറണ്ടിനെ എന്താക്കി മാറ്റുന്നു? DC കറണ്ടാക്കി മാറ്റുന്നു. ഇനി 10ാമത്തെ ചോദ്യം നോക്കുക. ജനറേറ്ററിൻ്റെ 2 രേഖാചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എ പാർട്ട് നോക്കാം ക്വസ്റ്റ്യൻ്റെ. രണ്ടിൻ്റെയും ആർമേച്ചറാണ് കറങ്ങുന്നതെങ്കിൽ ഗാൽവനോമീറ്ററിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകത എന്താണ്? അപ്പോൾ രണ്ടിൻ്റെയും ആർമേച്ചർ കറങ്ങുമ്പോൾ ഫിഗർ 1ൽ DC പ്രൊഡ്യൂസ് ചെയ്യും, ഫിഗർ 2ലാണെങ്കിലോ AC ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ബി ക്വസ്റ്റ്യൻ നോക്കുക. രണ്ടിൻ്റെയും ഫീൽഡ് കാന്തമാണ് കറങ്ങുന്നതെങ്കിൽ ഗാൽവനോമീറ്ററിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫീൽഡ് കാന്തമാണ് കറങ്ങുന്നതെങ്കിൽ 2 ജനറേറ്ററുകളിലും AC കറണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആർമേച്ചറിന് പകരം ഫീൽഡ് മാഗ്നറ്റ്സ് ആണ് കറങ്ങുന്നതെങ്കിൽ 2 ജനറേറ്ററുകളിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എങ്ങനത്തെ കറണ്ട് ആയിരിക്കും? AC കറണ്ട് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി സി പാർട്ട്. 2 സന്ദർഭത്തിലും ലഭിക്കുന്ന വൈദ്യുതിയുടെ ഗ്രാഫ് ചിത്രീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ ആർമേച്ചർ കറങ്ങുമ്പോൾ ഒന്നിൽ DCയും ഒന്നിൽ ഫിഗർ 1ൽ DCയും ഫിഗർ 2ൽ ACയും ആയിരിക്കും എന്ന് പറഞ്ഞു. അതിൻ്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്. ഇനി കേസ് 2ൽ ഫീൽഡ് കാന്തമാണ് കറങ്ങുന്നതെങ്കിൽ 2ലും AC കറണ്ട് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ACയുടെ ഗ്രാഫാണ് 2ാമത്തെ സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. വൈദ്യുത കാന്തിക പ്രേരണം എന്നത്. എ പാർട്ട്. ഒരു പദാർത്ഥത്തെ വൈദ്യുത ചാർജുള്ളതാക്കുന്ന പ്രക്രിയയാണ്. ബി. ഒരു കമ്പിച്ചുരുളിലൂടെ വൈദ്യുതി പ്രവഹിപ്പിച്ച് കാന്തിക മണ്ഡലം സംജാതമാക്കുന്ന പ്രക്രിയയാണ്. സി. ഒരു വൈദ്യുത ജനറേറ്ററിൻ്റെ ആർമേച്ചർ കറക്കുന്ന പ്രക്രിയയാണ്. ഡി. ഒരു കാന്തത്തിൻ്റെയോ കമ്പിച്ചുരുളിൻ്റെയോ ആപേക്ഷിക ചലനം മൂലം പ്രേരിത വൈദ്യുതി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. ഡി ആണ് അതിൻ്റെ ഉത്തരം അല്ലേ. ഒരു കാന്തത്തിൻ്റെയോ കമ്പിച്ചുരുളിൻ്റെയോ ആപേക്ഷിക ചലനം മൂലം പ്രേരിത വൈദ്യുതി ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. 12ാമത്തെ ചോദ്യം. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഉപകരണം ഏത്? ജനറേറ്റർ ആണോ, മോട്ടറാണോ, ഗാൽവനോമീറ്റർ ആണോ, അമ്മീറ്റർ ആണോ? ജനറേറ്റർ ആണല്ലേ. അടുത്തത് 13ാമത്തെ ചോദ്യമാണ്. AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള ഘടനാപരമായ വ്യത്യാസങ്ങളും സാമ്യങ്ങളും എഴുതുക. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. സിമിലാരിറ്റീസ് ഏതൊക്കെയാണ്? രണ്ടിൻ്റെയും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. രണ്ടിലും ആർമേച്ചറും ഫീൽഡ് മാഗ്നറ്റുകളുമുണ്ട്. ഇനി രണ്ടിലും AC ആണ് ആർമേച്ചറിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത് AC കറണ്ടാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ സിമിലാരിറ്റീസ്. രണ്ടിൻ്റെയും പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. രണ്ടിലും ആർമേച്ചറും ഉണ്ട്, ഫീൽഡ് മാഗ്നറ്റുകളും ഉണ്ട്. രണ്ടിൻ്റെയും ആർമേച്ചറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് AC കറണ്ടാണ്. ഇനി AC ജനറേറ്ററും DC ജനറേറ്ററും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. AC ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് AC കറണ്ട്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. DC ജനറേറ്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്റ്റ് കറണ്ട്, DC കറണ്ടാണ്. ഇനി AC ജനറേറ്ററിൽ ഉപയോഗിക്കുന്നത് സ്ലിപ്പ് റിങ്ങുകളാണ് എങ്കിൽ DC ജനറേറ്ററുകളിൽ ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. ഇനി AC ജനറേറ്ററിൽ നമുക്ക് AC കറണ്ട് എങ്ങനെയൊക്കെ ഉൽപ്പാദിപ്പിക്കാം? ഒന്നെങ്കിൽ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് AC കറണ്ട് AC ജനറേറ്ററിൽ ഉൽപ്പാദിപ്പിക്കാം. ഇനി DC ജനറേറ്ററിൽ നമുക്ക് AC കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. അതെങ്ങനെയാണ്? ഫീൽഡ് മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് DC ജനറേറ്ററുകളിൽ AC കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. ഇനി 14ാമത്തെ ചോദ്യം നോക്കാം. തെക്ക് വടക്ക് ദിശയിൽ തിരശ്ചീനമായി തൂക്കിയിട്ടിരിക്കുന്ന ഒരു ചാലകത്തിൻ്റെ 2 അഗ്രങ്ങളും ഗാൽവനോമീറ്ററുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ പ്രവർത്തിക്കുന്ന ഒരു കാന്തിക മണ്ഡലത്തിലാണ് ചാലകം സ്ഥിതി ചെയ്യുന്നത്. ചാലകത്തിലൂടെ തെക്ക് വടക്ക് ദിശയിൽ പരമാവധി വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ ചാലകം ഏത് ദിശയിൽ ചലിപ്പിക്കണം? ഉത്തരം സാധൂകരിക്കുക. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഫ്ലെമിങ്സിൻ്റെ റൈറ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. തള്ളവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക. ചൂണ്ടുവിരൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്ങോട്ടാണ്? കിഴക്ക് പടിഞ്ഞാറ് ദിശയെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മളത് വരച്ചിരിക്കുന്നത്. അങ്ങനെ പിടിക്കുക. ചൂണ്ടുവിരൽ മുകളിലേക്കാക്കി പിടിക്കുക മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ. ഇനി സെൻറ്റർ ഫിംഗർ, നടുവിരൽ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് തരുന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ തെക്ക് വടക്ക് ദിശയിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സെൻറ്റർ ഫിംഗർ നോർത്തിൻ്റെ ഡയറക്ഷനിൽ പിടിക്കുക. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചാലകത്തിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തമ്പ് ആണ് നമുക്ക് ചാലകത്തിൻ്റെ ഡയറക്ഷൻ തരുന്നത്. അത് എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും.
ഇനി 15ാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ 3 സർക്യൂട്ടുകൾ എ ബി സി എന്ന് പറയുന്ന 3 ഫിഗറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരേ നീളവും വണ്ണവുമുള്ള ചെമ്പ് കമ്പികൾ 3 സമാന സർക്യൂട്ടുകളിലും എ ബി എന്നീ ബിന്ദുക്കളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സർക്യൂട്ട് എയിൽ ചെമ്പ് കമ്പി ചുരുളാക്കാതെയും ബി സി എന്നിവയിൽ ചുരുളാക്കിയും ഉപയോഗിച്ചിരിക്കുന്നു. സർക്യൂട്ട് നിരീക്ഷിച്ച് താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന 3 സർക്യൂട്ടുകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ എ എന്ന് പറയുന്ന സർക്യൂട്ടിൽ കമ്പി ചുരുളാക്കാത്ത ഒരു കണ്ടക്റ്റിംഗ് വയർ ചെമ്പ് കമ്പിയാണ് കൊടുത്തിരിക്കുന്നത്. ബിയിലും സിയിലും ചുരുളാക്കിയ ചെമ്പ് കമ്പിയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്കി ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ചോദ്യത്തിൻ്റെ എ പാർട്ട് നോക്കാം. സർക്യൂട്ട് എയിൽ സ്വിച്ച് എസ് ഓൺ ചെയ്യുമ്പോൾ എന്ത് നിരീക്ഷിക്കുന്നു? ബൾബ് ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. സർക്യൂട്ട് ബിയിൽ സ്വിച്ച് എസ് ഓൺ ചെയ്യുമ്പോൾ ബൾബിൻ്റെ പ്രകാശ തീവ്രതയ്ക്ക് എന്ത് വ്യത്യാസമാണ് നിരീക്ഷിച്ചത്? ഉത്തരം സാധൂകരിക്കുക. അവിടെ വീണ്ടും ബൾബ് ഗ്ലോ ചെയ്യും. ബൾബിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് വ്യത്യാസമൊന്നുമില്ല. തുടക്കത്തിൽ എങ്ങനെയാണോ ഗ്ലോ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ദ ബൾബ് ഗ്ലോസ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ഇൻറ്റൻസിറ്റി. അടുത്തത് സി പാർട്ട് നോക്കാം. സർക്യൂട്ട് സിയിൽ സ്വിച്ച് എസ് ഓൺ ചെയ്യുമ്പോൾ പ്രകാശ തീവ്രതയ്ക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഉത്തരം സാധൂകരിക്കുക. ഒരു സർക്യൂട്ടിൽ എ സി കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ സെൽഫ് ഇൻഡക്ഷൻ്റെ ഫലമായിട്ട് ബാക്ക് ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ബാക്ക് ഇ എം എഫിൻ്റെ പ്രത്യേകത അത് ഇഫക്റ്റീവ് വോൾട്ടേജിനെ കുറയ്ക്കും. അങ്ങനെ ഇഫക്റ്റീവ് വോൾട്ടേജ് കുറയുന്നതിൻ്റെ ഫലമായിട്ട് ബൾബ് ഗ്ലോ ചെയ്യും, പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഇനി നമുക്ക് 16ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലെ വൈദ്യുത പ്രവാഹ തീവ്രത 1 ആംപിയറും പ്രൈമറിയിലെ വൈദ്യുത പ്രവാഹ തീവ്രത 0.5 ആംപിയറുമാണ്. ഇത് ഏതു തരം ട്രാൻസ്ഫോമറാണ് എന്നാണ് ചോദ്യം. ഇവിടെ നോക്കുക, സെക്കൻഡറിയിലെ വൈദ്യുത പ്രവാഹ തീവ്രത 1 ആംപിയർ ആണ്. അപ്പോൾ സെക്കൻഡറിയിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ അവിടെ കറണ്ട് കൂടുതലാണ്. പ്രൈമറിയിൽ നമ്മൾ 0.5 ആംപിയറേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പ്രൈമറിയിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത് സെക്കൻഡറിയിൽ. അപ്പോൾ സെക്കൻഡറിയിൽ കറണ്ട് കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് കുറവായിരിക്കും? വോൾട്ടേജ് കുറവായിരിക്കും. അപ്പോൾ പ്രൈമറിയെക്കാട്ടിലും വോൾട്ടേജ് സെക്കൻഡറിയിൽ കുറവാണ് എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കുറവാണ്. അപ്പോൾ അതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ 200 വോൾട്ട് ലഭിക്കുമെങ്കിൽ പ്രൈമറിയിലെ വോൾട്ടത എത്രയായിരിക്കും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസൊക്കെ നമുക്ക് എടുത്തെഴുതാം. സെക്കൻഡറി വോൾട്ടേജ് വി എസ് നമുക്ക് 200 തന്നിട്ടുണ്ട്. പ്രൈമറി വോൾട്ടേജ് വി പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ കറണ്ട് നമുക്ക് തന്നിട്ടുണ്ടല്ലോ പ്രൈമറിയിലെയും സെക്കൻഡറിയിലെയും. അപ്പോൾ വി എസ് ബൈ വി പി ഇസിക്കൽ ടു ഐ പി ബൈ ഐ എസ് നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് എടുക്കാം. രണ്ട് സൈഡിലെയും വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 200 ഡിവൈഡ് ബൈ വി പി ഇസിക്കൽ ടു 0.5 ഡിവൈഡ് ബൈ 1. therefore വി പി ഇസിക്കൽ ടു 200 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 0.5. നമുക്ക് 400 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. അടുത്തത് സി പാർട്ട് നോക്കാം. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം വിശദീകരിക്കുക. ട്രാൻസ്ഫോമറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണെന്നറിയാം. അപ്പോൾ എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന 2 കമ്പി ചുരുളുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റമുണ്ടാകുമ്പോൾ അതിനു ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിന് മാറ്റമുണ്ടാകുന്നു. ഇതിൻ്റെ ഫലമായി രണ്ടാമത്തെ കമ്പി ചുരുളിലും ഒരു ഇ എം എഫ് പ്രേരിതമാകുന്നു. ഈ പ്രതിഭാസമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് 17ാമത്തെ ചോദ്യമാണ്. മൈക്രോഫോണിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ബോക്സിൽ തന്നവ ശരിയായ ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൈക്രോഫോണിൻ്റെ വർക്കിംഗ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. അപ്പോൾ അതിൻ്റെ ഓർഡർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ശബ്ദമുണ്ടാകുന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഡയഫ്രം കമ്പനം ചെയ്യുന്നു. മൂന്നാമത് വോയിസ് കോയിൽ കമ്പനം ചെയ്യുന്നു. നാലാമത് വോയിസ് കോയിൽ വൈദ്യുത സിഗ്നലുകൾ ഉണ്ടാക്കുന്നു. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്കിംഗ് ഞാൻ വേറെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, നമ്മൾ പഠിപ്പിച്ച സമയത്ത്. അത് കണ്ടു നോക്കുക. ഇനി 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലും കട്ടി കൂടിയ കവചിത കമ്പി കൊണ്ടുള്ള ചുറ്റുകൾ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ആവശ്യകത എന്ത്? നമ്മൾ ട്രാൻസ്ഫോമറിൽ ഇൻപുട്ട് കൊടുക്കുന്നത് പ്രൈമറിയിലും ഔട്ട്പുട്ട് എടുക്കുന്നത് സെക്കൻഡറിയിൽ നിന്നുമാണ്. പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിനെ അപേക്ഷിച്ച് സെക്കൻഡറിയിലുള്ള വോൾട്ടേജ് കുറവാണെങ്കിൽ, ഡൗൺ ആണെങ്കിൽ നമ്മളതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നും പറയും. നമ്മൾ പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജിനെക്കാട്ടിലും കൂടുതൽ വോൾട്ടേജ് നമുക്ക് സെക്കൻഡറിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. കൂടുതലായിരിക്കും ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ്. സെക്കൻഡറിയിൽ നമ്മൾ എടുക്കുന്ന വോൾട്ടേജ് കൂടുതലായിരിക്കും. അതിന് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയും. അപ്പോൾ ഏത് സൈഡിലാണോ കറണ്ട് കൂടി നിൽക്കുന്നത് അവിടെ വോൾട്ടേജ് കുറവായിരിക്കും.
അതായത് പ്രൈമറി കോയിലിലെയും സെക്കൻഡറി കോയിലിലെയും പവർ ട്രാൻസ്ഫോമറിൻ്റെത് എപ്പോഴും തുല്യമായിരിക്കും. പക്ഷേ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി കോയിലിലെ കറണ്ടും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി കോയിലിലെ കറണ്ടും കൂടുതലായിരിക്കും. അങ്ങനെ കറണ്ട് എക്സസ് ആയിട്ട് വരുമ്പോൾ ആ കോയിലുകൾക്ക് ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കറണ്ട് കൂടി നിൽക്കുന്ന സൈഡുകളിൽ നമ്മൾ തിക്ക് വയേഴ്സ് യൂസ് ചെയ്യുന്നത്. 19ാമത്തെ ചോദ്യം നോക്കാം. വൈദ്യുത ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്ന സാഹചര്യം ഏതാണ്? ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് ന്യൂട്രൽ ലൈനും ഫേസ് ലൈനും തങ്ങളിൽ കോണ്ടാക്റ്റിൽ വരുന്നത്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ 2 ഫേസ് ലൈനുകൾ തങ്ങളിൽ കോണ്ടാക്റ്റ് വരുമ്പോഴും ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കാറുണ്ട്. അടുത്തത് 21ാമത്തെ ചോദ്യമാണ്. ലോഹ ഉപകരണങ്ങൾ എർത്ത് ചെയ്യണം എന്ന് നിഷ്കർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടുത്തെ ഫേസ് ലൈനിലോ മറ്റോ എന്തെങ്കിലും ഇൻസുലേഷൻ കോട്ടിങ്ങിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാതെങ്കിലും ആ കോട്ടിംഗ് ഇല്ലാത്ത ഭാഗത്ത് കൈ ടച്ച് ചെയ്യുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഹ ഉപകരണങ്ങളെല്ലാം തന്നെ എർത്ത് ചെയ്യണമെന്ന് പറയുന്നത്. അടുത്തത് 22ാമത്തെ ചോദ്യമാണ്. 1.5 kW 230 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു വൈദ്യുത ഹീറ്റർ 5 ആംപിയറേജ് ഫ്യൂസ് ഉൾപ്പെടുത്തിയ ഒരു ഗാർഹിക ശാഖാ സർക്യൂട്ടിൽ ഘടിപ്പിച്ച് പ്രവർത്തിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? വിശദീകരിക്കുക. ഒരു ഇലക്ട്രിക് ഹീറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഒക്കെ നമുക്കൊന്ന് എടുത്തെഴുതാം. പവർ തന്നിട്ടുണ്ട് 1.5 കിലോ വാട്ടിലാണ് തന്നിരിക്കുന്നത്. നമുക്കത് കിലോ മാറ്റണം അല്ലേ, വാട്ടിലേക്ക് ആക്കണം. അതായത് 1500 വാട്ട് എന്ന് കിട്ടും. വോൾട്ടേജ് 230 വോൾട്ട് തന്നിട്ടുണ്ട്. ഇനി ഫ്യൂസ് വയറിൻ്റെ ആംപിയറേജ് തന്നിരിക്കുന്നത് 5 ആംപിയർ ആണ്. പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് കറണ്ടിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാമല്ലോ, പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ്. തന്നിരിക്കുന്ന വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 6.52 എന്ന ഉത്തരം കിട്ടും. ഇവിടെ നമുക്ക് ആംപിയറേജിനേക്കാൾ കൂടുതലാണ് കറണ്ടിൻ്റെ വാല്യൂ. അതുകൊണ്ട് തന്നെ ഫ്യൂസ് വയർ ഉരുക്കി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്. ഗൃഹവൈദ്യുതീകരണത്തിൽ ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വിച്ച്, ഫാന്, റെഗുലേറ്റർ ഇവയെല്ലാം തന്നെ സീരീസ് ആയിട്ടാണ് നമ്മൾ ഗൃഹവൈദ്യുതീകരണത്തിൽ ഘടിപ്പിക്കുന്നത്. ഇനി വൈദ്യുതോർജ്ജം സംരക്ഷിക്കാൻ വീടുകളിലും സ്കൂളുകളിലും ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് LED ബൾബുകൾ യൂസ് ചെയ്യാം, സോളാർ പാനലുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഉപയോഗം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമുക്ക് ലൈറ്റും ഫാനിൻ്റെയൊക്കെ സ്വിച്ചുകൾ നമുക്ക് ഓഫ് ചെയ്തിടാവുന്നതുമാണ്. അടുത്തത് 25ാമത്തെ ചോദ്യമാണ്. ചില മൊബൈൽ ഫോൺ ചാർജറുകൾക്ക് 3 പിൻ പ്ലഗ് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. അതായത് ചില പ്ലഗുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവയ്ക്ക് ക്യാപ്പ് ഉണ്ടായിരിക്കും. അവിടെ പ്ലഗിൻ്റെ ഹോളിനുള്ളിൽ പച്ച കളറിൽ കാണിച്ചിട്ടില്ലേ, അതുപോലെ എർത്ത് പിൻ കയറി കഴിയുമ്പോഴാണ് ഈ ക്യാപ്പ് ഓപ്പൺ ആവുന്നത്. മൊബൈൽ ചാർജറിൻ്റെ കേസിൽ ആ ലെങ്ത് ഉള്ള പിന്നെന്ന് പറയുന്നത് ഇവിടെ എർത്ത് പിൻ ആയിരിക്കില്ല. അതൊരു നോൺ മെറ്റാലിക് സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പിന്നായിരിക്കും. മറ്റ് 2 പിന്നുകളെ അപേക്ഷിച്ച് അതിന് നീളം കൂടുതലുമായിരിക്കും. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പാഠം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷൻ വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്